പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. മക്കൾ സന്തോഷമായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ സന്ദർശനമുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ അപൂർവമായൊരു സ്ഥലത്താണ് നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്പർശനങ്ങളും സൗഖ്യങ്ങളും അനുഭവിക്കണമെന്ന് ഓർത്ത് വേണം ഇരിക്കാൻ. വേറെ ഒന്നും ചിന്തിക്കരുത്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ കേൾക്കുവാൻ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരത്തില് എന്നെ അനുഗ്രഹിക്കണമേ. വചന ഹൃദയസ്ഥമാക്കി അങ്ങയുടെ സ്നേഹത്തിലും സൗഖ്യത്തിലും വളരുവാൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മഴ വരികയാണെങ്കിൽ ആ കോറിഡോർ നിൽക്കുന്നവരൊന്ന് കൈ പൊക്കി വയ്ക്കണം. അച്ഛന് കാണാൻ പറ്റത്തില്ല. കൈ പൊക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെ പൊക്കി നിർത്തും. അപ്പം നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. മഴ വരികയാണെങ്കിൽ നിങ്ങൾ കൈ പൊക്കി വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഒന്ന് ചോദിച്ചേ. നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പോൾ ഈശോ എന്നാ മറു ചോദ്യം ചോദിക്കണത്? നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, പിന്നെ നീ അതെങ്ങനെ വായിക്കുന്നു? അതെ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിയമത്തിൽ, നിയമം എന്ന് പറഞ്ഞാൽ എന്നാ? വചനം അല്ലേ? ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? ഹൗ ഡു യു റീഡ് ഇറ്റ്? നീ അതെങ്ങനെയാണ് വായിക്കണത്? ഇപ്പം ദൈവവചനത്തിൻ്റെ എഴുതിയിരിക്കണത് ആദ്യകാലം മുതൽ എഴുതിയതാ അല്ലേ? ഇപ്പം കാലം മാറുന്നതനുസരിച്ച് കാലത്തിൻ്റെ ഓരോരോ കാലത്തിനും ദൈവത്തിൻ്റെ വചനം. ഇപ്പം നമ്മുടെ വാക്കെന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സല്ലേ? നമ്മുടെ വാക്കെന്ന് നമ്മുടെ മനസ്സിലിപ്പോൾ മിണ്ടാണ്ടിരിക്കണേ. അപ്പോൾ നീ എന്താ മിണ്ടാണ്ടിരിക്കണത്? നിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ എന്ന് പറയത്തില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ മനസ്സിലുള്ള പുറത്ത് വരുന്ന വചനത്തിലൂടെയാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് പുറത്തു വരേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം കാലമിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ കാലസഞ്ചാരത്തിൻ്റെ അനുപേക്ഷണീയമായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് വചനത്തിൻ്റെ വ്യാഖ്യാനം വരാൻ കാരണം അല്ലേ? സഭയ്ക്ക് മാത്രമേ വചനത്തെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സ് നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചില്ലേ? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? നീ അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഈ വചനം വായിച്ചോടെ എൻ്റെ മനസ്സിൽ വന്നത് ഏതാണെന്നറിയാവോ? ഇപ്പം നമ്മളെ ഉടമ്പടി പ്രകാരം, ഉടമ്പടിയിൽ നമ്മളെ നിയമങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്, നിബന്ധനകളുണ്ട് അല്ലേ? നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളാണ്. ആ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം, ഒരു ഭൗതികമായ ഉദ്ദേശം. ആത്മീയ ഉദ്ദേശം വേറെ ഉണ്ട്. കർത്താവിൻ്റെ വചനം പാലിക്കുന്ന ആധ്യാത്മിക ഉദ്ദേശം വേറെയുണ്ട്.
കാര്യം പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകിയ സംഭാവനകളിലൊന്നാണ് മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ആധ്യാത്മികത. മരിയൻ ആധ്യാത്മികത എന്താണ്? കർത്താവ് അമ്മയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ദൈവവചനം കേൾക്കുകയും അല്ലേ, അതാണ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. അപ്പം ലൂക്ക 8:21 11:27 സെയിം വേർഡാണ്. ഒന്ന് പറഞ്ഞ ദൈവവചനം കേൾക്കുകയും. അപ്പം ദൈവവചനം കേൾക്കണത് എന്തിനാണ്? അതനുസരിച്ച് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അമ്മയുടെ ആത്മീയതയുടെ അന്തഃശ്രദ്ധയാണത്, അത് ഫണ്ടമെൻ്റലാണത്. അമ്മയായാലും ആരായാലും ദൈവമായിട്ട് ഇടപെടുന്ന എല്ലാ വ്യക്തികളും ദൈവശക്തി നിറയാനുള്ള ഒരു ഫോർമുല, സൂത്രവാക്യങ്ങൾ എന്താണ്? ദൈവവചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പം ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോഴും ഈശോ കൊടുക്കണ മറുപടി എന്താണ്? അമ്മ ദൈവവചനം കേൾക്കുന്ന ആളാണ്, അതനുസരിച്ച് ജീവിക്കുന്നയാളാണ്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാൻ എത്രയോ മനുഷ്യരുണ്ടായിട്ട് പറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. എബ്രാഹിം മുതൽ യോഹന്നാൻ മാന്താന വരെയുള്ള ആൾക്കാരെ ദൈവം പരിചയപ്പെട്ടതാണ്. ഈ ഭൂമിയിലേക്ക് ഇറക്കി വന്ന് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ്. എബ്രാഹിം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആൾക്കാർ ഈശോയുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് താപസന്മാരെയും പ്രവാചകന്മാരെയും വിലയിരുത്തിയിട്ട് കർത്താവിന് ഒരു മോഡലാണ് കിട്ടിയത്. ആരാണ്? ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചാൽ ദൈവവചനം കേൾക്കും. പിന്നെന്താ? അതനുസരിച്ച്. കാരണം ദൈവത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോട്ടൽ മോഡലാണ്, പെർഫെക്റ്റ് മോഡൽ. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ, പരിശുദ്ധ അമ്മേ, ഈശോനെ അനുഗ്രഹിക്കുന്നതിൽ, ഈശോനെ അനുകരിക്കുന്നതിൽ പൂർണ്ണ മാതൃകയായ പരിശുദ്ധ അമ്മയെപ്പോലെ ദിവ്യ ഈശോയെ ഞങ്ങളെ വചനം കേട്ട് ഗ്രഹിക്കുന്നവരായി അതനുസരിച്ച് ജീവിത സാക്ഷ്യം നൽകുന്നവരായി ഞങ്ങളെ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതികളെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം ഈ വചനത്തിന് എപ്പോഴും, ഇപ്പം നമ്മൾ വചനം കേട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ. അപ്പോൾ വചനത്തിന് എപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം, വചനത്തിന് എപ്പോഴും 2 ഭാഗമുണ്ടാകും. എന്താണ്? പിഴുതെറിയുകയും ചെയ്യും, നട്ട് പിടിപ്പിക്കുകയും ചെയ്യും. പിഴുതെറുതുകയും ചെയ്യും, നട്ട്. വചനം പാലിക്കുന്നവരും വചനം സീരിയസ് ആയിട്ട് എടുക്കുന്നവരും എല്ലാം വചനത്തിൻ്റെ 2 ആക്ഷൻ പഠിക്കണം. 2 ലക്ഷ്യം എന്താണ്? പിഴുത് എറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നട്ട് പിടിപ്പിക്കണം. ഇപ്പം ജെറമിയയുടെ പ്രവചനം എന്താണ്? ഞാൻ എൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പിഴുതെറിയാനും നട്ട് പിടിപ്പിക്കാനും, ഇട്ടിച്ച് തകർക്കാനും, പണിത് ഉയർത്താനും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 2 ആക്ഷൻ വേണം വചനം. വചനത്തിൽ ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ദൈവവചനം കേട്ടാൽ ജീവിക്കുമ്പോൾ ഈ ഡബിൾ പ്രോസസ്സിലൂടെയാണ് അത് പൂർണ്ണമാകണത്. ജെറമ്യാ 1:10 അനുസരിച്ചുകൊണ്ട് എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കണത് എന്തിനാണ്? പിഴുതെറിയാൻ. പിന്നെ എന്തിനാണ്? നട്ട് പിടിപ്പിക്കാൻ. ദൈവവചനം കേൾക്കണത് എന്തിനാണ്? ഇടിച്ച് തകർക്കാൻ. പിന്നെ എന്തിനാണ്? പണിത് ഉയർത്താൻ.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജെറമിയ 1:10 അനുസരിച്ച് പിഴുതെറിയാനും നട്ടുവളർത്താനും ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും ഞങ്ങളുടെ നാവിലെ ജെറമിയായെ പോലെ വചനം നിക്ഷേപിക്കണമേ. മാംസമായ കഥാവേ വചനം ഞങ്ങൾ എഴുതിത്തീർക്കണമേ. തെറ്റിദ്ധരുത്തലും ശാസ്ത്രത്തിലും പ്രബോധനത്തിലും മാനസാന്തരത്തിലും കഥാവെ ഉപകരിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യെശയ്യാ 41:13 നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ പേര് ഷാജു എം ജോർജ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് ആര്യപ്പറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 നവംബർ 12 ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. 2023 ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിരുന്നു. രണ്ടാം വട്ടവും അമ്മയുടെ സ്നേഹസാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ ആൾത്താരയിലേക്ക് ക്ഷണിച്ചതിന്, അവസരം തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഒരുപക്ഷെ എൻ്റെ ഈ സാക്ഷ്യം നാം വെക്കാത്ത നിയോഗങ്ങൾ എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അമ്മ കണ്ടറിഞ്ഞ് തരുന്നതിന് ഒരു ഉദാഹരണമായിരിക്കാം. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എൻ്റെ നടുവിന് വേദന മാറിയതാണ്. ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് ഇത്. വർഷങ്ങളായി എനിക്ക് നടുവിന് വേദന വരാറുള്ളതാണ്. വർഷത്തിൽ ഓരോ തവണ ഒരാഴ്ച അല്ലെങ്കിൽ മാസം, കൊറോണയുടെ കാലത്തൊക്കെ 2 മാസമൊക്കെ ഞാൻ നടുവിന് വേദനയായിട്ടിരുന്നിട്ടുണ്ട്. എങ്കിലും അത് മരുന്ന് കഴിക്കും, അങ്ങ് പോകും. പിന്നെ ആ വർഷം അത് വരില്ല. കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ദിവ്യബലി സമയത്ത് നിൽക്കുമ്പോൾ പോലും എനിക്ക് നടുവിന് വേദന ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നീട് അതിരിക്കുമ്പോൾ അതങ്ങ് പോകും. അങ്ങനെ ഞാനത് കാര്യമാക്കിയില്ല, റുട്ടീനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു എക്സിബിഷൻ വന്നു. ആ എക്സിബിഷൻ്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ ഞാനൊരു ഫുഡ് കോർട്ടൊക്കെ തയ്യാറാക്കി പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. ആ സമയത്ത് ഈ 3 നിലയുള്ള കെട്ടിടം ഞാൻ എത്രയോ തവണ ഓടിക്കയറുകയും ഇറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് മുതൽ എനിക്ക് ഇടുപ്പിൻ്റെ എല്ലിന് വേദനയായി. കാരണം എനിക്കറിയാം, കഴിഞ്ഞ ദിവസം അധ്വാനിച്ചത് കൊണ്ടാണ്, ഓടിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കരുതി അത് റെസ്റ്റ് എടുത്താൽ മാറുമെന്ന്. അങ്ങനെ ആഴ്ചകളായി മാസങ്ങളായി ഇത് മാറുന്നില്ല. പിന്നീട് നടക്കുമ്പോൾ ഒരു ചട്ട് പോലെയായി, എനിക്ക് ഈ സൈഡിൽ ഒരു ഏന്ത് പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടു. അവർ മരുന്ന് തരും, സ്കാൻ ചെയ്യണമെന്ന് പറയും. എനിക്ക് പൊതുവേ ഡോക്ടേഴ്സിനെ കാണുന്നത് എനിക്കിഷ്ടമില്ല. എന്തായാലും ഞാനങ്ങനെ ഈ അധ്യാപനം എന്ന പരിപാടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഒരു ഹയർ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞാൻ മംഗലാപുരം ഹെഗ്ഡെ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഓർത്തോ ഹെഡിനെ കണ്ടു. അദ്ദേഹം 1 മാസത്തെ മരുന്ന് തന്നു, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും സ്കാനാണല്ലോ പറയുന്നത് എന്ന് കരുതി ഞാൻ സ്കാൻ ചെയ്തു. തിരിച്ചു വന്ന് കണ്ണൂരിൽ നിന്നാണ് സ്കാൻ ചെയ്തത്. വീണ്ടും തിരിച്ച് മംഗലാപുരത്തിലേക്ക് പോയി. എൻ്റെ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ജോയിൻറ്റ് പെയിൻ അല്ല വിഷയം, നിങ്ങൾക്ക് ഡേഞ്ചറൈറ്റ്സ് ആയിട്ട് വേറൊരു വിഷയമുണ്ട്, നിങ്ങളുടെ സ്പൈനൽ കോഡ് ജാം ആവുന്നുണ്ടെന്ന്. എപ്പോഴെങ്കിലും വീണതായിരിക്കാം. 2 ഡിസ്കിൻ്റെ ഇടയ്ക്കുള്ള അത് ബൾജ് ചെയ്ത് സ്പൈനൽ കോഡിലേക്ക് തള്ളുന്നു. അതാണ് സ്കാൻ ഇമേജ്. നിങ്ങൾ 5 കിലോമീറ്ററിൽ കൂടുതൽ ഇനി ബൈക്ക് ഓടിക്കാൻ പാടില്ല. ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. മരുന്ന് കഴിച്ചാൽ ഈ പെയിനിങ് നിർത്തിക്കൊണ്ട് പോകാം. പക്ഷേ എനിക്കതിന് വേദനയായിട്ടും തോന്നിയില്ല. ഈ വർഷത്തിൽ വരുന്ന ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും, നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു, തളർന്നു പോകുമെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ 1 മാസത്തേക്ക് മരുന്ന് തന്നു. പിന്നീട് വരണമെന്ന് പറഞ്ഞു. എല്ലാ വൈദ്യരെക്കാളും വലിയ വൈദ്യനാണല്ലോ നമ്മുടെ ഈശോ.
ഏറ്റവും നല്ല മരുന്നും നമ്മുടെ കയ്യിലുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ തൈലം. അതിനുശേഷം ഞാൻ മരുന്ന് വാങ്ങാൻ പോയിട്ടില്ല. ഞാൻ എന്നും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടുക മാത്രമാണ് ചെയ്തത്. പിന്നീട് 2 വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് വർഷാവർഷം വരാറുണ്ടായിരുന്ന നടുവിന് വേദന എനിക്ക് വന്നിട്ടേയില്ല. മാത്രമല്ല എൻ്റെ ജോയിൻറ്റ് പെയിൻ ഏകദേശം 90% മാറുകയും ചെയ്തു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, ചെറിയൊരു വേദന ഉള്ളതല്ലേ, നല്ലതല്ലേ, സഹനം ആവശ്യമാണല്ലോ. എന്തിനു വേണ്ടി? എനിക്കിപ്പോൾ ധൈര്യമുണ്ട്, കേരളം മുഴുവൻ എനിക്ക് ബൈക്ക് ഓടിക്കാൻ സാധിക്കുമെന്ന്. ഈ 5 കിലോമീറ്റർ ബൈക്ക് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ 112 കിലോമീറ്റർ വരെ ഒരു ദിവസം ഓടിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ ഒറ്റ സ്ട്രെച്ചിൽ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം, അതിനുള്ള റെസ്റ്റ് എടുത്തുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ തയ്യാറാണ് ഞാൻ. അത്രയ്ക്ക് എൻ്റെ നടുവിനെ അമ്മ സ്ട്രോങ് ആക്കി തന്നിരിക്കുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അങ്ങനെ നടുവിന് ഈ ജോയിൻറ്റ് പെയിന് കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വിരമിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് ചെന്ന് ചാടിയത് കൊറോണയിലേക്കായിരുന്നു. അങ്ങനെ മെഷീനറി വിറ്റ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. നാട്ടിൽ കിട്ടാത്ത വിലയ്ക്ക് അമ്മ അത് തമിഴ്നാട്ടിലൊക്കെ മെഷീനറി വിറ്റ് തന്ന കാര്യം. അങ്ങനെ ഞാൻ കൃഷി കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മാർച്ച് മാസത്തിൽ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു. എന്തായാലും സാറ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നെ ആ സ്കൂളിലേക്ക് നിർബന്ധിച്ച് ചേർത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് കാലിന് വേദനയാണ്, എനിക്ക് നിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന്. എങ്കിലും ഞാൻ അമ്മയുടെ കൂട്ടുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് പോയി. എന്തായാലും മറ്റുള്ള അധ്യാപകരെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇരുന്ന് പഠിപ്പിക്കാനേ സാധിക്കില്ല. ഞാൻ നിന്ന് തന്നെ പഠിപ്പിക്കാൻ സാധിച്ചു. അവിടുത്തെ ആനിവേഴ്സറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു തവണ ഇവിടെ പത്രം വാങ്ങാനായിട്ട് വന്നു. എൻ്റെ വീട് തലശ്ശേരി ഭാഗത്താണല്ലോ, കണ്ണൂരാണല്ലോ. ഞാൻ തിരിച്ച് ട്രെയിനിൽ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ POC ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോണിൽ ബൈബിൾ വായിക്കുക, ഒരു ബൈബിൾ വായനയായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. എങ്കിലും തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ജോബിൻ്റെ പുസ്തകം ഫോണിൽ വായിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു ട്രെയിനിലുണ്ട ഗന്ധം എന്തായിരിക്കുമെന്ന്. ഒരു ലോക്കൽ ട്രെയിനിൽ എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി. സുഗന്ധാഭിഷേകമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ വായിച്ചു. പിന്നെ ഞാൻ 1.5 മണിക്കൂർ കൊണ്ടാണ് ജോബിൻ്റെ വായന തീർത്തതും തലശ്ശേരിയിൽ ഇറങ്ങുന്നതും. അപ്പോഴും എൻ്റെ കൂടെ ഈ അമ്മയുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ രാത്രി 12:30 എത്തുന്നത്. അതുവരെ എൻ്റെ കാറിൽ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു സുഗന്ധാഭിഷേകമായിട്ട്. ഈ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് വേറൊരു സ്കൂളിൽ നിന്ന്, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനേക്കാൾ വലിയൊരു സ്കൂളിൽ നിന്ന് എനിക്കൊരു ഓഫർ വരികയാണ്, എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട്. എനിക്ക് പോകാൻ മടിയായിരുന്നു. ഇത് ചെറിയ സ്കൂളാണ്, വളരെ കംഫർട്ടബിളായിരുന്നു. ഓൾമോസ്റ്റ് റിട്ടയർഡ് ലൈഫ് അതുപോലെ എൻജോയ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ മടിയായിരുന്നു. വലിയ സ്കൂളിലെ തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. എങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചതിന് ഫലമായിട്ട് അമ്മ അങ്ങോട്ട് പോകണമെന്നാണ് പരിശുദ്ധ അമ്മ എനിക്ക് മറുപടി തന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. ആ സ്കൂളിലേക്ക് ഞാൻ മാറി, വലിയ സ്കൂളിലേക്ക് മാറി. അവിടെ ചെന്നപ്പോൾ NCERT സിലബസ് ആയിരുന്നു. പക്ഷേ ആ വർഷം ഞാൻ ചെന്ന് ക്ലാസ് കൊടുക്കുന്ന 2 ദിവസം മുമ്പ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ മാറി. NCERT ബുക്കില്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ബുക്ക്, കുറേ ചാപ്റ്റേഴ്സ്, പുതിയ ബുക്കുകൾ എല്ലാം പഠിപ്പിക്കാൻ എനിക്ക് ഈ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് സമയം കിട്ടുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ വന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് പീരീഡ് എനിക്ക് ഫ്രീ ആയിരുന്നു. ആ സമയത്ത് സ്റ്റാഫ് റൂമിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ശക്തമായ അമ്മയുടെ സാന്നിധ്യം വീണ്ടും അനുഭവപ്പെട്ടു, സുഗന്ധാഭിഷേകമായിട്ട്. അതിനുശേഷം എനിക്ക് ഈ പുതിയ സിലബസ് പഠിപ്പിക്കുക, ബുക്സ് പഠിപ്പിക്കുക എന്നുള്ള ടെൻഷൻ മാറി കിട്ടി. മാത്രമല്ല ഈ സ്കൂൾ മാറ്റം അമ്മയുടെ കയ്യൊപ്പായിരുന്നു എന്ന് അറിയുന്നത് പിന്നീടാണ്. ഈ കഴിഞ്ഞ മാർച്ച് മാസം ആയപ്പോഴേക്കും ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്ന സ്കൂൾ നിർത്തിപ്പോയി. ആ സ്കൂൾ വൃദ്ധസദനമാക്കി മാറ്റി. അപ്പോൾ ആ സ്കൂൾ പൂട്ടുമെന്നും എനിക്ക് ജോലി പോകുമെന്നും അമ്മ 1 വർഷം മുമ്പേ അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് അമ്മ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയത്. ഇതും ഞാൻ നിയോഗം വെക്കാത്ത കാര്യമാണ്.
ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഡോക്ടേഴ്സിനെ കാണാൻ മടിയാണെന്ന്. അങ്ങനെ ആ ബ്ലോട്ട് വലുതായി ഏകദേശം ഒരു 25 വയസ്സിൻ്റെ വലിപ്പമെത്തി. ഞാൻ ഏറ്റവും വലിയ മരുന്നായ അമ്മയുടെ പരിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ആ ഡോട്ട് മങ്ങി ഇപ്പം ഒരു തരി പോലും ഇല്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ ഭാഗത്തായിരുന്നു പാടുണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു തരി പോലും ഇല്ല. വേറൊന്ന്, എനിക്ക് പല്ലിൻ്റെ മുകളിലത്തെ റോയിൽ പല്ലുവേദനയും മോണയ്ക്ക് നീരും വന്നു. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടില്ല. ഞാൻ വീണ്ടും അമ്മയുടെ പരിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്തു. രാത്രി അപ്ലൈ ചെയ്തു. പിറ്റേന്ന് മുതൽ ആ പല്ലുവേദനയും നീർക്കെട്ടും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ മാസത്തിൽ 3 കെട്ട് പത്രം വീതം, ചില സമയത്ത് 5 കെട്ട് പത്രമൊക്കെ വാങ്ങി ഹിന്ദുക്കളിലൊക്കെ വീടുകളിൽ കൊടുക്കുവാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കൊക്കെ കൊടുക്കും. കണ്ണൂർ ടൗണിലൊക്കെ പോയി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനൊക്കെ കൊടുക്കും. ചില സ്ഥലത്തു നിന്നൊക്കെ ഡ്രൈവേഴ്സ് ഒത്തുകൂടി അവർ ഗ്യാങ് ആയിരിക്കുമ്പോൾ നമുക്കെതിരെ ഭയങ്കര ശക്തിയായിട്ട് അവർ വരും. അവരാർഗ്യൂ ചെയ്യും. ഞാൻ വിചാരിക്കും ചിലപ്പോൾ അടി കിട്ടുമെന്ന്. അതുപോലെയൊക്കെ ആവാറുണ്ട്. ഞാനതൊന്നും കാര്യമാക്കാറില്ല. എങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ വിവരിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനം സന്ദർശിക്കാറുണ്ട്. അവിടെ ചില സമയത്ത് തുണി കഴുകാൻ പോകും. അതുപോലെ അനാഥരായിട്ടുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ കൊടുക്കാറുണ്ട്. വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഈ ഉടമ്പടി കൊണ്ട് എനിക്ക് കിട്ടിയ മറ്റൊരു വലിയൊരു അനുഗ്രഹം ജപമാല ചൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയെന്നാണ്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടി പോകുമ്പോൾ, വണ്ടി മൂവ് ചെയ്യുന്നത് സർവശക്തനായ പിതാവേ പ്രാർത്ഥനയുമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ജപമാല ചൊല്ലാനാണ് ഇഷ്ടം. ദിവസം 4 ജപമാല എൻ്റെ മിനിമം ജപമാലയാണ്. അങ്ങനെ സ്കൂട്ടിയിൽ പോകുമ്പോൾ 16 ജപമാല വരെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം വിശുദ്ധ പാതിരപ്പിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് അച്ഛനെ പോലെ ഒരു 40 ജപമാലയെങ്കിലും എനിക്ക് ദിവസം ചൊല്ലണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ലീവ് എടുത്തിരുന്ന് ചൊല്ലിയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ 31 രാത്രിയിൽ ഒരു 8-8:30 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ, ഇലക്ട്രിക് സ്കൂട്ടിയാണ്, അതിൻ്റെ ലൈറ്റ് കുറച്ച് ഡള്ളാണ്. ഞാൻ പറന്നു പോവാം രാത്രി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇരുട്ടത്ത് ഒരു വെളിച്ചമൊന്നും ഇല്ലാതെ ഒരാൾ വരുന്നു. ഒരാൾ അങ്ങോട്ട് നടക്കുക, എൻ്റെ സൈഡിൽ തന്നെ. കണ്ടില്ല, ഞാൻ പോയി അയാളെ അടിച്ചു. ഞാൻ വലത്ത് വശത്തേക്ക് അടിച്ച് വീണു. എൻ്റെ ഷൂസ് പകുതി കീറിപ്പോയി. ഞാൻ വിചാരിച്ചു കാല് തകർന്നുവെന്ന്. എങ്കിലും ഞാൻ വീട്ടിലെത്തി. പിറ്റേന്ന് വേദന സഹിക്കാനാവാതെ ഞാൻ എക്സ്റേ എടുക്കാൻ പോയി. എല്ല് പൊട്ടിയിട്ടില്ല. എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്തായാലും എല്ല് പൊട്ടില്ല എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഞാൻ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ആഗ്രഹം അമ്മ സാധിച്ചു തന്നു. എനിക്ക് 40 ജപമാല ഒറ്റ ദിവസം ചൊല്ലി തീർക്കാനുള്ള കൃപ അമ്മ എനിക്ക് തന്നു. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ജപമാല ചൊല്ലിക്കൂടെ എന്ന്. അവർ പറയും എനിക്ക് ശ്രദ്ധ കിട്ടില്ല, എനിക്കാവില്ല, പറ്റില്ല എന്ന്. പക്ഷേ ഈ ഒരു കൃപ അമ്മ എനിക്ക് തന്നതിന് അമ്മയോട് 1000 നന്ദി. യാത്ര ചെയ്യുക എനിക്കെപ്പോഴും ജപമാല ചൊല്ലാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും ഈ ആൾത്താരയിലേക്ക് വരാൻ എന്നെ അനുവദിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി.